ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോർജ് കുട്ടിയുടെ മൂന്നാം വരവ്, അതായത് ദൃശ്യം 3യെ പറ്റിയാണ്. ദൃശ്യം 3യുടെ ആ ഒരു റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ 8 മണിക്കായിരുന്നു ഷോ ഗൈസ്. അപ്പം ഞാൻ കാപ്പി പോലും കുടിക്കാതെ നേരെ ഷോയിലേക്ക് കടന്നു പോയി. അതിനുശേഷം ഇപ്പോൾ വന്നിട്ടാണ് ജസ്റ്റ് കാപ്പി കുടിച്ചിട്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കണം ഗൈസ്. അപ്പം നിങ്ങൾ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഗൈസ്. കുറച്ച് താമസിച്ച് പോയി, ലേറ്റായി പോയി വീഡിയോ ചെയ്യാൻ വേണ്ടി. അത് നിങ്ങൾ കണക്കിലെടുത്ത് വേണം ഈ വീഡിയോ കാണാൻ. ഓക്കെ ഗൈസ്, അപ്പം ജോർജ് കുട്ടിയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും എങ്ങനെയാണ് ഈ ഒരു മൂന്നാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അവരിലുണ്ടായ വ്യത്യാസം, ചേഞ്ചസ്, അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാം ഭാഗമായാലും രണ്ടാം ഭാഗം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ മൂന്നാം ഭാഗത്തിലോട്ട് വരുമ്പോൾ എന്താണ് മാറ്റം, എന്ത് സംഭവിക്കും, അടുത്ത് എന്തായിരിക്കും നമ്മുടെ ജിത്തു ജോസഫ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഗൈസ്. അതെല്ലാം ഇന്ന് തിയേറ്ററിൽ പോയപ്പോൾ എനിക്ക് മാറി കിട്ടി ഗൈസ്. അതായത് പീക്ക് ലെവൽ സംഭവമാണ് ജിത്തു ജോസഫ് മൂന്നാം ഭാഗത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഗൈസ്. എടുത്ത് പറഞ്ഞേ പറ്റൂ ഓരോ കാര്യം. ഇപ്പം കൈ വിട്ടു പോകുമെന്ന് എനിക്കറിയില്ല. സ്പോയിലർ ആവാതിരിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഗൈസ്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചോ. ഓക്കെ, അടുത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ജോർജ് കുട്ടി ഒന്നാം ഭാഗത്തിലും രണ്ടാം ഭാഗത്തിലേക്കാളും ഒരു പടി മുന്നിൽ തന്നെയാണ് ഈ ഒരു മൂന്നാം ഭാഗത്തിലും. അദ്ദേഹത്തിൻ്റെ അഭിനയം, മോഹൻലാലിൻ്റെ ആ ഒരു രീതി, അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് ഗൈസ്. അത് എടുത്തു പറയേണ്ട ഒന്നാണ്. അതായത് ഈ സിനിമ തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സ്ലോ പേസിൽ ഇങ്ങനെ പോയിട്ട് ഇൻ്റർവെല്ലിൽ ഒരു ട്വിസ്റ്റ് ഇട്ടിട്ട് നേരെ പോകുന്നത് സെക്കൻഡ് ഹാഫിലോട്ടാണ് ഗൈസ്. അവിടെയാണ് സിനിമ തൂക്കി അടിച്ചിരിക്കുന്നത്. അതായത് സിനിമ അവിടെ കത്തിച്ചിരിക്കുന്നത് ഗൈസ്. മിന്നൽ പ്രകടനങ്ങൾ കൊണ്ടും ട്വിസ്റ്റുകൾ കൊണ്ടും പ്രേക്ഷകരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ ഒരു ചിത്രം പോയി എൻജോയ് ചെയ്ത് കാണണമെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഇത് ഫാമിലി പ്രേക്ഷകർ ഇത് ഏറ്റു കഴിഞ്ഞു എന്ന് വേണം തന്നെ പറയാനുള്ളത്. കാരണം ഫാമിലി പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ജിത്തു ജോസഫ് ഈ ഒരു ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഗൈസ്. ത്രില്ലർ BGMs ആണെങ്കിൽ പോലും ചിത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് കടക്കും തോറും ചിത്രം അത്രയും എൻഗേജിങ് ആയിട്ടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി ഈ ഒരു ചിത്രം കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കാരണം കൂടുതൽ പറഞ്ഞാൽ ഇത് എന്തായാലും സ്പോയിലർ ആവും ഗൈസ്. കാരണം അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ഗൈസ്. അപ്പം ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും അമിത പ്രതീക്ഷയില്ലാതെ പോയി കാണുക, എന്നാലും നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ആവും. കാരണം ഞാൻ അമിത പ്രതീക്ഷ ഇല്ലാതെയാണ് ഈ ഒരു ചിത്രം തിയേറ്ററിൽ പോയി കണ്ടത്. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.